ഒരിക്കൽ ഒരു വസ്ത്രവ്യാപാരി തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അതിനിടയ്ക്ക് ഒരു സത്രത്തിൽ തങ്ങി. ആ സത്ര ഉടമ അയാൾക്ക് പൊരിച്ച കോഴിയും ചപ്പാത്തിയും കുറച്ച് കോഴിമുട്ടകളുമൊക്കെ പുഴുങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കണക്ക് തീർക്കാറായപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരു വസ്ത്രവ്യാപാരിയാണ്, തിരിച്ചു വരുന്ന സമയത്ത് തീർത്താൽ മതിയോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും മതിയെന്ന് പറഞ്ഞു. അവരങ്ങനെ പിരിഞ്ഞു. പക്ഷേ ആ വസ്ത്രവ്യാപാരി തിരിച്ചു വന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. കണക്ക് തീർക്കാനായിട്ട് അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് ആ കോഴിയെ പൊരിച്ച് തന്നില്ലായിരുന്നെങ്കിൽ, ആ മുട്ടകൾ തന്നില്ലായിരുന്നെങ്കിൽ അവരെല്ലാം വളർന്ന് പടർന്ന് പന്തലിച്ച് ഏകദേശം 2000-ഓളം കോഴികളാകുമായിരുന്നു. അങ്ങനെ ആയതുകൊണ്ടിട്ട് എനിക്ക് ഏകദേശം ഒരു 60,000 രൂപ നിങ്ങൾ തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ ഒക്കുക, അല്ലാതിരിക്കണേ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, എന്ന് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം പൈസ അടയ്ക്കണമായിരുന്നു. അപ്പോൾ അത് അടയ്ക്കാത്ത സ്ഥിതിക്ക് ഇത്രയും തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കേസ് കോടതിയിലെത്തി. ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് കേസായിട്ട് ജഡ്ജിനും തോന്നി. അങ്ങനെ ഇത് പരിഹരിക്കാൻ വന്ന ആളാരാണ്? നമ്മുടെ ഹോജ മുല്ല നസറുദ്ദീൻ. നസറുദ്ദീൻ അന്ന് ഹാജരാകാൻ പറഞ്ഞു, പക്ഷേ ഹാജരായില്ല. പിറ്റേ പ്രാവശ്യം ഭയങ്കര പ്രശ്നമായി. കോടതി നിർബന്ധപൂർവ്വം അയാൾ വരാൻ പറഞ്ഞു. ഹോജ വന്നു. നസറുദ്ദീൻ എത്തി. നസറുദ്ദീൻ പറഞ്ഞു, അന്ന് ഞാൻ വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. കാരണം ഒരാൾ വിതയ്ക്കാനായിട്ട് കുറച്ച് നെൽവിത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ കുറച്ച് നെൽവിത്ത് എടുത്ത് അത് പുഴുങ്ങി അദ്ദേഹത്തിന് കൊടുത്തു വിടുകയായിരുന്നു എന്ന് പറഞ്ഞു. ജഡ്ജിന് ദേഷ്യം വന്നു. കാരണം തന്നെ കളിപ്പിക്കുകയാണോ ഇയാൾ പറഞ്ഞ് എന്ന് തോന്നി. അപ്പം മുല്ല നസറുദ്ദീൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് ആ പൊരിച്ച കോഴിയില്ലേ, അത് പൊരിച്ചല്ലേ കൊടുത്തത്, പിന്നത് മുട്ടയിടുമോ എന്ന് ചോദിച്ചു. കാര്യം ജഡ്ജിന് ബോധ്യപ്പെട്ടു, 2 പേർക്കും ബോധ്യപ്പെട്ടു. നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുത്ത് അവർ മാറിയെന്നാണ് പറയുക. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മുന്നിലേക്ക് നീട്ടി വയ്ക്കാറില്ലേ? ഈ നീട്ടി വെക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് തിരിച്ച് പ്രകൃതി തരുന്ന ചില അനുഭവങ്ങൾ ഇങ്ങനെയുള്ളവയായിരിക്കും. കണക്ക് പറയുന്നതിന് കണക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇന്നിതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.